സുഖല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഇഫ്താർ സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഇഫ്താർ സ്നാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ എണ്ണയിലിട്ടല്ല ഇത് പൊരിച്ചെടുക്കുന്നത്, നമ്മളിത് ഹാവിയിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എണ്ണൻ്റെ കടികളൊന്നും ഇഷ്ടമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് ഇഷ്ടപ്പെടും, അത് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിലും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക, ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക, എന്തായാലും രണ്ടാമത് പ്രാവശ്യം കൂടി ഉണ്ടാക്കി നോക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക. കൂടെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബണ്ണുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള മൈദ ഒന്ന് കുഴച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ചെറിയ ചൂടുള്ള വെള്ളത്തേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും കൂടി ചേർത്തിട്ട് പിന്നെ അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തെങ്കിൽ അതിനോടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ 2 കപ്പ് മൈദയാണ് ഇട്ടെടുത്തത്. അപ്പോൾ 2 കപ്പ് മൈദ നമ്മളൊരു വലിയ ബൗളിലൊക്കെ ഒഴിച്ച് കൊടുത്തെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഉപ്പ് ഈസ്റ്റൊക്കെ ഇട്ടുണ്ടാക്കിയ ഒരു വെള്ളമല്ലേ, അതിലേക്ക് കുറച്ച് ഒഴിച്ചെങ്കിൽ ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർക്കണ്ട കേട്ടോ, അല്ലാതെ തന്നെ നല്ലോണം പൊങ്ങി വരുവേ. ഇപ്പോൾ ഇതാക്കണ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമുക്ക് അതിൽ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തെങ്കിൽ കൂടി നമുക്കൊന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത് ശേഷം നമുക്ക് 2 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇനി നമുക്ക് ചിക്കനിലേക്കുള്ള മസാല തേച്ച് വെക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇലയില്ലാത്ത ചിക്കൻ നല്ലോണം കേക്ക് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ സോയാ സോസും ഇതെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതാക്കുന്നത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതാക്കണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകണ മിക്സിയിൽ മുക്കിയിട്ടാണ് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് മൈദയിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നേ. ഇനി നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇല്ലേ, അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് മുട്ടയിലിട്ട് ഇങ്ങനെ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഈ മൈദയിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാ ചിക്കനും നമ്മൾ നല്ലോണം കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാക്കണം ഇപ്പം നല്ലോണം എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാക്കണം നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കോരിയെടുക്കാം. കോരിയെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 1.5 മണിക്കൂറിന് ശേഷം ഇതാക്കണം നമ്മുടെ മൈദമാവ് ഇവിടെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡൻ്റെ ആവശ്യമില്ല, എന്നാലും നല്ലോണം തന്നെ പൊന്തി വരും കേട്ടോ. അപ്പോൾ ഇനി ഇത് നല്ലോണം ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് 2 ഭാഗമാക്കിയിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇത് പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് ഭയങ്കര നൈസായിട്ട് പരത്തണ്ട കേട്ടോ. നമ്മൾ ഈ ചപ്പാത്തിയൊക്കെ പരത്തണ മാതിരി കുറച്ചൊക്കെ ഒന്ന് കട്ടി നിന്നോട്ടെ. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ചെറിയ പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഓരോന്നിൻ്റെയും മേത്തലായിട്ടൊന്ന് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം കൈകൊണ്ട് ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സ്റ്റീമറിൽ വെച്ചാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റീമറിലുള്ള വെള്ളം നല്ലോണം ഒന്ന് തെളിച്ചതിന് ശേഷം ബട്ടർ പേപ്പറിൽ ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടിച്ചിട്ട് നമുക്കത് ഒരു 10 മിനിറ്റോളം നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമ്മുടെ ബണ്ണൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് എടുക്കാം കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ ഫില്ലിങ്ങിലേക്കുള്ള മയോണൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. റെസിപ്പി മുന്നേ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ടയും ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയും ഉപ്പും 1 ടീസ്പൂൺ വിനെഗറും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ മയോണൈസ് അടിപൊളിയായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ മയോണൈസും റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മുടെ ബണ്ണെടുത്തിട്ട് ബണ്ണിലേക്ക് നമ്മൾ ഉള്ളിലായിട്ട് മയോണൈസും കെച്ചപ്പും മിക്സ് ആക്കിയതില്ലേ അതൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനാണ്, അത് 1-2 പീസ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ലെറ്റ്യൂസ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്, ഉള്ളി എടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല ചെറിയ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അപ്പം ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം എടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേത്തക്കായിട്ട് ഇനി കുറച്ച് കെച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കെച്ചപ്പൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഓൾറെഡി നമ്മുടെ മയോണൈസിൽ ഇട്ടെടുത്തുകൊണ്ട് വേണമെന്നില്ല, പക്ഷെ എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കെച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റെല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഇഫ്താർ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് എണ്ണയിൽ പൊരിച്ചിട്ടുള്ള സ്നാക്സൊക്കെ ഇഷ്ടമില്ലാത്തവർ, അത് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. പ്രത്യേകിച്ച് ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെക്കുകയെന്നുണ്ടെങ്കിൽ എന്തായാലും 2ാമത് പ്രാവശ്യം കൂടി ഉണ്ടാക്കി നോക്കും. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസ് അയച്ചുതരിക, കമൻറ്റിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം മറ്റൊരു വീഡിയോ വരുന്നതുവരേക്കും ബൈ. അതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് ട്രൈഡ് പിക്സ് കൂടി ഉണ്ട് കേട്ടോ, അതും കൂടി കണ്ടിട്ട് ബൈ.